ഇതാണ് നമ്മളെ നമ്പർ ബോർഡിൻ്റെ ലുക്ക്. ഹലോ ഗൈസ്, പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നും. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാനാട്ടോ. ഇപ്പോൾ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മുമ്പ് ഇരുന്ന കണക്ക് തന്നെ വൈസർ സെറ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പ് വേറെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയിട്ട്. അപ്പോൾ അതെനിക്ക് ക്ലാമ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മളെ വൈസറിനകത്ത് നമ്മളെ സ്റ്റോക്ക് വൈസർ കുറച്ച് ഷോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ ഞാൻ വോയിസ് ഓവറിന് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഇതൊക്കെ പട്ടയിലാണ് കേട്ടോ ഞാൻ മുമ്പും വച്ചിരുന്നത്. ഇത് നമ്മളെ ഈ പാച്ചുർക്ക് ചെയ്യുന്ന ഇതാണ് കേട്ടോ, ഷീറ്റാണ്. അപ്പോൾ ഇത് കണക്ക് ഇത് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത വൈസർ പിടിപ്പിക്കാനാണ് കേട്ടോ പ്ലാൻ. നടക്കേ ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് രണ്ട് സൈഡും ക്ലാമ്പ് കൊടുത്ത് ഒരു എല്ല് മോഡൽ എൽ ഷേപ്പിൽ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചു. ചെറിയൊരു വളം വേണമല്ലേ? ഓ, അതെങ്ങനെയെങ്കിലും സെറ്റാക്കിയാൽ മതി. ഏതേലും ഹോള് മതി. ഇത് ഏതേലും ഒരു ഭാഗത്ത് വയ്ക്കാം. ബോർഡ് വയ്ക്കാനേ അമ്മ അതുകൊണ്ട് ഈ രണ്ട് ബോൾട്ടിൽ പിടിപ്പിക്കണം. അങ്ങനെ എന്നാ മതി. ആ, മാമ കട്ടറുണ്ടോ മാമ? ആടെ ഇതെത്തി കട്ട് ചെയ്യാൻ. ഓ, ഇതിനകത്തെ ഇവിടെ ഇങ്ങനെ ഒന്ന് റാണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുമോ? രണ്ടും കട്ട്. ഇതിൻ്റെ ഈ രണ്ട് എഡ്ജ് ഉണ്ടോ? ഇത് രണ്ടും കട്ട് ചെയ്യണം. ഇതൊന്ന് റാണക്ക് കട്ട് ചെയ്ത് തരും. കുറച്ചുകൂടി അകത്തോട്ട് കയറ്റി ഇളക്കി തരാം. ഇളക്കാം. ഊരി എടുക്കണം കേട്ടോ. ഇതിവിടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. ഇത് അന്നത്തെ കണക്ക് ടാസ്ക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വൈസർ ഊരി. ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് ഉണ്ട്. റോട്ടാ കേട്ടോ ഫ്രണ്ടറിന്. ഫ്രണ്ടർ ഇരിക്കുന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നൈസ് ലുക്കാണ് കേട്ടോ. ഇത് സ്റ്റോക്ക് വൈസർ. ഈ സ്റ്റോക്ക് വൈസർ കുറച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. ഇത് വലിയ ബോൾട്ടാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ വീണ്ടും ഫ്രണ്ട് പൊളിച്ചിട്ടുണ്ട്. ഇനി വൈസർ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാമ്പ്. ഇനി ഇവിടെ രണ്ട് ഹോൾ അടിക്കണം കേട്ടോ. നമ്മുടെ ബോൾട്ട് ഇടാൻ വേണ്ടി രണ്ട് ഹോൾ അടിക്കണം. അപ്പോൾ എന്തായാലും ബോൾട്ടൊക്കെ അടിച്ചിട്ട് കാണിച്ചു തരാം സംഭവം സെറ്റ് ചെയ്യുന്ന. വൈസർ ഉണ്ട്, അതാ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഇങ്ങനെ കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ വൈസർ എടുത്തങ്ങ് സെറ്റ് ചെയ്യും. ഓക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്ത ക്ലാമ്പ്. ഇതാ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാടാ. സിൽവറൊന്നും ഇതൊന്നും വിഷയമില്ല കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ബ്ലാക്ക് ആക്കും. വീട്ടിൽ പോയി തന്നെ ബ്ലാക്ക് പെയിൻറ്റ് കൂടെ നൈസായിട്ട് അടിച്ചു കൊടുത്താൽ അതും പക്ക. സീനൊന്നുമില്ല, സെറ്റായിരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മളെ നമ്പർ ബോർഡിൻ്റെ ലുക്ക്. കുഴപ്പമില്ലല്ലേ? കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. വേറെ മറച്ചും കാര്യങ്ങളൊന്നും അല്ല വെച്ചേക്കുന്നത്, കാണുന്ന രീതിക്ക് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക്. സംഭവം നൈസാണ് കേട്ടോ. ഇതിപ്പോൾ കൊണ്ടുപോയി ബ്ലാക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അത് അറിയാനൊന്നും പറ്റത്തില്ല. സംഭവം സ്ട്രോങ് ആണ്, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ്ട് നമ്മളെ വൈസറും കാര്യങ്ങളും അകത്ത് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കയറി ഇടിക്കത്തില്ലായിരുന്നു കേട്ടോ. മുമ്പ് ഇവിടെ കയറി ഇടിക്കുമായിരുന്നു. അപ്പോൾ അതും ആ സീന് മാറി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിട്ടിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.